എന്തൊക്കെയാണ് ഈ ഇന്ത്യയിൽ നടക്കുന്നത്? ജന്തർ മന്തറിലെ പ്രൊട്ടസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. സോഷ്യൽ മീഡിയ വഴിയും ന്യൂസ് വഴിയൊക്കെ നമ്മളെല്ലാവരും കണ്ടും കേട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് എൻ്റെ കുറച്ച് പേഴ്സ്പെക്റ്റീവും അനാലിസിസും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയേണ്ട കാര്യം ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വീട്ടില് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് ഒരു 4, 5 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 7, 8 4, 5 വേണ്ട. ഒരു 7, 8 വയസ്സാകുമ്പോൾ തുടങ്ങി വീട്ടുകാര് പറയും, "മോനെ നല്ലോണം പഠിക്കണം ട്ടോ. നല്ലോണം പഠിച്ചിട്ട് നല്ലൊരു ഗവൺമെന്റ് ജോലി മേടിക്കണം. അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം." കാരണം ഇവിടെയുള്ള എല്ലാ മിഡിൽ ക്ലാസ് ആൾക്കാർക്കും അറിയാം, രക്ഷപ്പെടാൻ ഇതൊക്കെ വഴിയുള്ളൂ. നല്ലോണം പഠിക്കണം. ഏതെങ്കിലുമൊക്കെ എക്സാം ക്ലിയർ ചെയ്യണം. അങ്ങനെ പച്ച പിടിക്കണം. അതിനുവേണ്ടി നടത്തുന്ന എക്സാമാണ് യുപിഎസ്സി, പിഎസ്സി, നീറ്റ്, ജെഇഇ മെയിൻസ് പോലുള്ള പരീക്ഷകൾ. അങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥി കഷ്ടപ്പെട്ട് പോയി പഠിച്ച് എഴുതി. എന്തിന്? വേറെ ആൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കാനും ആ പരീക്ഷ റദ്ദാക്കാനും. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. സത്യം പറഞ്ഞാൽ അതാണ് ഇവിടെയുള്ള എഫേർട്ട്. ഇവിടെ വിദ്യാർത്ഥികൾ ഇടുന്ന എഫേർട്സിനെ കുറിച്ച് പറയാനുള്ളത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി മാറാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നീറ്റ് ആസ്പിറന്റ് അല്ലെങ്കിൽ ഒരു ജെഇഇ മെയിൻസ് ആസ്പിറന്റ് ഓൾമോസ്റ്റ് ഓൺ ആവറേജ് 10ാം ക്ലാസ് തുടങ്ങിയാണ് ഇവർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു +1, +2 ലൈഫിൽ ഇവർ എൻജോയ് ചെയ്യുന്നതിന് പകരം മൺഡേ ടു ഫ്രൈഡേ ഇവർ റെഗുലർ ക്ലാസ്സിന് പോകും. സാറ്റർഡേ, സൺഡേ ഇവർ കോച്ചിങ് സെന്ററിൽ പോകും, അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് എടുക്കും. എങ്ങനെയാണെങ്കിലും ഇതൊരു കംപ്ലീറ്റ് 7 ദിവസം ഇവർ ഇതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ഉറക്കമൊഴിച്ച് ഭക്ഷണം ഇല്ലാതെ പഠിക്കുകയാണ്. ഇതാണ് ഒരു +1, +2 നീറ്റിനോ അല്ലെങ്കിൽ ജെഇഇ മെയിൻസിനോ വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ റുട്ടീൻ. ഇനി റിപ്പീറ്റേഴ്സ് ഉണ്ട്. ഇവരാണെങ്കിലോ കംപ്ലീറ്റ്ലി സോഷ്യൽ വേൾഡിൽ നിന്നും എക്സ്റ്റേണൽ വേൾഡിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് അവരുടെ പ്രിപ്പറേഷന് വേണ്ടി 24 മണിക്കൂറും ഫോക്കസ് ചെയ്ത് ഉറക്കമൊണച്ച് ഭക്ഷണം വീടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. എന്നിട്ട് പോയി എഴുതുന്ന എക്സാമിനാണ് ഇവര് ഈ പുല്ല് വില കൊടുക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 തുടങ്ങിയാണ് നീറ്റ് എക്സാം ഏകീകൃതമാകുന്നത്. അതിനു മുമ്പ് പല ഗവൺമെന്റ്സ് അല്ല, എല്ലാ ഗവൺമെന്റും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരുന്നു ഈ എക്സാം മെഡിക്കൽ എൻട്രൻസ് നടത്തിക്കൊണ്ടിരുന്നത്. അത് ക്യാൻസൽ ചെയ്തിട്ട് സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് നീറ്റ് ഏകീകൃതമാക്കിയത്. സത്യം പറഞ്ഞാൽ അന്ന് അത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് ഏകീകൃതമാക്കിയപ്പോഴാണ് ഇത് ഇത്രയും പ്രശ്നം വരുന്നത്. പിന്നെ നീറ്റ് എക്സാം വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള എക്സാമാണ്. കാരണം നമുക്കറിയാം 20 ലക്ഷം കുട്ടികളാണ് ഈ പ്രാവശ്യം നീറ്റ് എക്സാം എഴുതാൻ റെഡിയായി പോയത്. അതിൽ എത്ര പേർക്ക് സീറ്റ് കിട്ടും? വളരെ കുറച്ച് പേർക്കേ സീറ്റ് കിട്ടുള്ളൂ. അതിനുവേണ്ടി മരിച്ച് പഠിക്കണം. എന്നിട്ട് പോയി എക്സാം എഴുതിയിട്ട് ആ എക്സാം പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ ഇവിടെയുള്ള ഗവൺമെന്റ് ബോഡീസിന് അല്ലെങ്കിൽ ഓട്ടോണമസ് ഉള്ള ബോഡീസിന് പറ്റുന്നില്ല. പിന്നെ ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ലീക്കും അല്ലെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണേ. ഞാൻ ഓർക്കണേ 2018 വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു CBSE കൊമേഴ്സ് പേപ്പർ ലീക്ക്. ഞാൻ അന്ന് +2 ആദ്യം മാർച്ചിൽ എക്സാം തീർന്നു. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായെന്ന് പറഞ്ഞിട്ട് മെയിൽ ഇവർ റീ എക്സാം നടത്തി. ഇതിന്റെ ഇടയിൽ ഞാൻ മെയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ കളിക്കാനൊക്കെ പോയത്. ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? റീ എക്സാം. ഇതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്ര എഫേർട്ട് ഇട്ട കുട്ടികൾ വീണ്ടും ഇരുന്ന് പഠിക്കുക. 1 വർഷം 2 വർഷം പഠിച്ച കുട്ടികൾ വീണ്ടും എക്സാം എഴുതി. ചിലപ്പോൾ ആ എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും. നല്ല എഫേർട്ട് ഇട്ടിട്ട് ചിലപ്പോൾ ടോപ്പർ ആയിട്ടുണ്ടാവും. പക്ഷെ ആരൊക്കെയോ ലീക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ എക്സാം ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും പഠിച്ച് വീണ്ടും എഴുതേണ്ട അവസ്ഥ. ഇത്രയും പ്രോട്ടോക്കോളും ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്ന എക്സാമിന് ഇവർക്ക് ഈ ചോർച്ച തടയാൻ പറ്റിയില്ലെങ്കിൽ നിർത്തി പൊക്കൂടി ഇവർക്ക്. സത്യം പറഞ്ഞാൽ അതാണ്, ഇവർക്ക് നിർത്തി പൊക്കൂടി. അതിനുവേണ്ടി നടത്തുന്ന പ്രൊട്ടസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിന് ഏത് രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതിയാവും. വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ലീക്കും ഈ ഫിക്സ്ഡ് ആയിട്ടൊക്കെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞ കേസ്. ഇനി അറിയാത്ത എത്ര കേസ് ഉണ്ടാവും ഇതേപോലത്തെ.
അതേപോലെ അർഹിക്കാതെ എത്ര പേര് ഈ സീറ്റിലേക്ക് കയറിയിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് നീറ്റ് മാത്രമല്ല, പല ഗവൺമെന്റ് എക്സാംസ് ആയിട്ടും പല പോസ്റ്റിലും പല യൂണിവേഴ്സിറ്റിയിലായിട്ട് അർഹിക്കാതെ എത്ര പേര് കയറി ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ഈ കേരളത്തിലെ ഏറ്റവും അടിത്തട്ടിലിരിക്കുന്നവരോട് നമ്മൾ ചോദ്യം ചെയ്യാനും നമ്മൾ പറയാനും നമുക്ക് ആരുമില്ല. പക്ഷെ നോർത്തിലുള്ളവർ എന്താ ചെയ്യണമെന്ന് തമ്പുരാൻ അറിയാം. ഈ ഇൻഎഫിഷ്യൻസിക്കെതിരെ ഈ ഒരു പ്രശ്നത്തിൽ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സാംസിന്റെ വിശ്വാസ്യതയെ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഇത്. കാരണം ഇനി ഒരിക്കലും ഒരാൾക്കും ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇതേപോലെ സഫർ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാൻ അനുവദിച്ചുകൂടാ. അതിന് വേണ്ടിയിട്ടാണ് കുറേ പേര് ഡൽഹിയിൽ കഷ്ടപ്പെട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഫുൾ സപ്പോർട്ട് ടു ദം.